2026 വരികയാണ്. മിഥുനക്കൂറിന് പൊതുവെ അനുകൂലമായ കാലമാണ്. സാമ്പത്തിക രംഗത്ത് പുരോഗതിയും നേട്ടവും ഉണ്ടാകും. നമസ്കാരം, മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം. മകയിരത്തര, തിരുവാതിര, പുണർദ മുക്കാൽ ഈ നക്ഷത്രങ്ങളെയാണ് മിഥുനക്കൂറ് എന്ന് പറയുന്നത്. ഈ മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് വരാൻ പോകുന്ന 2026 പൊതുവെ സാമ്പത്തികമായ ഉന്നേറ്റവും നേട്ടങ്ങളും ഉണ്ടാകുന്ന കാലമാണ്. അനുകൂലമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം, പ്രമോഷൻ ഇവ പ്രതീക്ഷിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ചെലവുകളൊക്കെ വരാം. ആശുപത്രിയിൽ പോകുന്നതിനും അവിടെ കുറച്ച് ദിവസം താമസിക്കുന്നതിനുമൊക്കെ ഇടവരാം. സ്വന്തം കാര്യത്തിനല്ല എങ്കിൽ മക്കളുടെയോ ജീവിത പങ്കാളിയുടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ കാര്യത്തിന് വേണ്ടിയിട്ടാകാം ഇത്തരത്തിലുള്ള ചെലവുകളൊക്കെ ഉണ്ടാകുന്നത്. സഹപ്രവർത്തകരുടെ സഹകരണം വേണ്ടുവോളം ഉണ്ടാകും. അതുകൊണ്ട് ഏറ്റെടുക്കുന്ന പ്രവൃത്തികളൊക്കെ വിജയപ്രദമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും. നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ പിടിച്ചു നിർത്തുവാൻ പ്രയാസമാണ്. മനസ്സ് അല്ലെങ്കിലും കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ പായുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സ് പല കാര്യങ്ങളിലും അസ്വസ്ഥമാകാൻ ഇടവരും. ചിലപ്പോൾ ദുർബലമായ മനസ്സ് ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മെ നയിക്കുവാനും ഇടവരുന്ന കാലമാണ്. അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുവാനായിട്ട് ശ്രമിക്കണം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ നടയിലോ അങ്ങനെയുള്ള പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ പോയി ഭജനമിരിക്കുന്നതും അവിടെ വല്ലപ്പോഴുമെങ്കിലും തൊഴുന്നതും നമ്മുടെ ദുരിതങ്ങളെയൊക്കെ ഒഴിവാക്കുവാൻ സഹായിക്കുന്നതാണ്. മനസ്സിൻ്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കുവാനും ആധ്യാത്മികതയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ശ്രമിക്കേണ്ടതാണ്. കുട്ടികളുടെ പഠനകാര്യത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകും. അവർക്ക് വേണ്ടി സാമ്പത്തിക ചെലവുകൾ വരാവുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ നേട്ടങ്ങൾ, പുരോഗതി ഇവ പ്രതീക്ഷിക്കാം. എന്നാൽ കൂടെ ജോലി ചെയ്യുന്ന ചില ജോലിക്കാരിൽ നിന്ന് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികൾ ഉണ്ടാവുകയും അവരെ പറഞ്ഞുവിടേണ്ടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. വീട് വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലയളവ് അനുകൂലമായ കാലമാണ്. അതിനാവശ്യമായ ലോണോ ചിട്ടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരും. അപൂർവമായ ചില വസ്തുക്കളൊക്കെ അനുഭവത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. മനസ്സിനും ശരീരത്തിനും സുഖവും കുളിർമയും ഒക്കെ നൽകുന്ന ചില ദിവ്യാനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധ്യതയുള്ള കാലമാണ്. ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന ജീവിത പങ്കാളിയോട് ഒത്തുചേരുവാനും വിവാഹാദി മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാനും ഇടവരും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. ചിലരുടെ എതിർപ്പുകളൊക്കെ ഉണ്ടാകുമെങ്കിലും ചില ശത്രുതയൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകുവാനും ജീവിതത്തിൽ കാര്യമായ വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കുവാനും സാധിക്കും. സ്ത്രീകൾക്ക് സൗന്ദര്യാദി ഗുണങ്ങളൊക്കെ വർദ്ധിച്ചു വരും. പല നല്ല അനുഭവങ്ങളും ഈ കാലത്ത് അനുഭവപ്പെടും. നല്ല സുഹൃത്ത് ബന്ധങ്ങളോ സ്നേഹബന്ധങ്ങളോ ഒക്കെ ഉടലെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിക്കരുത്. അതുമാത്രമാണ് കൂടുതലായി ശ്രദ്ധിക്കാനുള്ളത്. ഈശ്വരാനുഗ്രഹം കൊണ്ട് 2026 മിഥുനക്കൂറിന് നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും നൽകുന്നത്.